ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ബ്രസീൽ ചിലിയെ പരാജയപ്പെടുത്തിയത്. ടീമിൻ്റെ ഒരു വിജയമാണ് ഇത്. കാരണം ബ്രസീൽ ടീമിലെ ഭൂരിഭാഗം വരുന്ന താരങ്ങളും മികച്ച പ്രകടനം നടത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു വിജയം അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് 11-ൽ ഉള്ളവരും പകരക്കാരായി വന്നവരും ഒരുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു മത്സരമായിരുന്നു ഇത്. എസ്റ്റവായോ വില്ലൻ്റെ ഒരു ബൈസിക്കിൾ കിക്ക് ഗോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലുക്കാസ് പക്കേറ്റ, അതുപോലെ തന്നെ ബ്രൂണോ ഗുയിമറസ് എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടി. അതുപോലെ തന്നെ പകരക്കാരനായി വന്ന ലൂയിസ് ഹെൻറിക്കയുടെ ഒരു മികവ് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും ബ്രസീൽ ശരിയായ വഴിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാർലോ ആഞ്ചലോട്ടി നല്ല രൂപത്തിലാണ് ബ്രസീലിനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആഞ്ചലോട്ടി വന്നതിന് ശേഷം ഒരു മാറ്റമൊക്കെ ഉണ്ട് എന്നത് ഇന്നത്തെ മത്സരം വീക്ഷിച്ച എല്ലാ ബ്രസീലിയൻ ആരാധകർക്കും മനസ്സിലായിട്ടുണ്ടാകും. കാരണം മത്സരത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ആധിപത്യം പുലർത്തിയത് ബ്രസീലാണ്. ഒരുപാട് ആക്രമണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു മാറ്റമുണ്ട്. ബ്രസീലിന്റെ ഡിഫൻസ് മെച്ചപ്പെട്ടു എന്നത് ശരിവെക്കേണ്ട ഒരു കാര്യമാണ്. കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷം ആകെ ബ്രസീൽ 3 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 3 മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് നേടാൻ ഇപ്പോൾ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഒരൊറ്റ ഗോൾ പോലും ബ്രസീൽ വഴങ്ങിയിട്ടില്ല. ആദ്യമായിക്കൊണ്ടാണ് 2022 വേൾഡ് കപ്പിന് ശേഷം 3 മത്സരങ്ങളിൽ തുടർച്ചയായിക്കൊണ്ട് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ ബ്രസീലിന് സാധിക്കുന്നത്. അതിന് കാർലോ ആഞ്ചലോട്ടിയെ പ്രശംസിച്ചേ മതിയാകൂ. നല്ല താരങ്ങളെയാണ് അദ്ദേഹം പ്രതിരോധത്തിൽ ഇപ്പോൾ അണിനിരത്താറുള്ളത്. ഗബ്രിയേൽ മഗല്ലസും അതുപോലെ തന്നെ മാർക്കിഞ്ഞോസും ആയിരുന്നു സെന്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ടായിരുന്നത്. കൂടാതെ വെസ്ലിയും ഡഗ്ലസ് സാന്റോസും വിംഗ് ബാക്ക് പൊസിഷനുകളിൽ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രൂപത്തിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ശരിയായ ദിശയിലാണ് ഇപ്പോൾ ബ്രസീൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.